മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് Q&A എവിടെ എന്ന്. ഞാനാണെങ്കിൽ കുറെ നാൾ മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് Q&A ചോദിക്കുന്നതിന് എല്ലാത്തിനും എന്നെ ഉത്തരം തരാമെന്ന്. എന്നിട്ട് ലൈവ് വരാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതും നടന്നില്ല. കാരണം ഇവിടെ വൈഫൈ നമ്മൾ ചതിച്ച കാര്യം അതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് Q&Aയുടെ ആൻസേഴ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയില്ലേ? ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യം ചോദിച്ചു തുടങ്ങിയാലോ. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആൻകസ് എന്നാണ്, ANGUZZ ആൻകസ്. പിങ്കിയാണ് വീഡിയോ എടുക്കുന്നത്. ആൻകസ് എന്നല്ലേ പിങ്കി? യെസ്. ആൻകസിന്റെ ചോദ്യം എങ്ങനെയാണ് ഉടൻ പണത്തിൽ സെലക്ഷൻ കിട്ടിയതെന്നാണ്. ഉടൻ പണത്തിൽ സെലക്ഷൻ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലുള്ള ഒരു വൈറൽ വീഡിയോ കണ്ടിട്ടാണ് ഉടൻ പണക്കാര് നമ്മളെ വിളിച്ചത്. അപ്പോൾ ആദ്യം നമ്മളെ വിളിച്ചത് ഈ ഒരു നമ്മളിപ്പോൾ പോയ ആ ഒരു സമയത്തല്ലായിരുന്നു, ഒരു 3-4 മാസത്തിന് മുമ്പായിരുന്നു ഉടൻ പണത്തിന്റെ ആ ഒരു കോള് വന്നത്. അപ്പോൾ എനിക്ക് അറിയത്തില്ലാതെ കോള് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്നൊരു നമ്പർ വന്നു. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഉടൻ പണത്തിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ അപ്പോൾ ഈ പ്രാങ്ക് കോൾസ് ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന ഈ അവസരത്തിൽ പ്രാങ്ക് കോൾസ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അല്ല, പറ്റിക്കാനല്ല, സീരിയസ് ആയിട്ട് ഉടൻ പണത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഇറ്റ്സ് മീ അന്നമാന്ന് തന്നെയാണല്ലോ പേജ്. അപ്പം അതിൻ്റെ അകത്ത് 1 മില്യൺ റീൽസ് ഒക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അവർ വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സന്തോഷമെന്നല്ല, ഞാനിങ്ങനെ സ്വർഗത്തിലോ ഭൂമിയിലോ എന്നുള്ള അവസ്ഥയിലൊക്കെ ആയി. എന്നാലും എനിക്ക് അധികം വിശ്വാസം വന്നില്ലായിരുന്നു. അപ്പൊ എന്നിട്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മളെ ഇപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്യാൻ പോകണം, ഓഡിഷൻ ചെയ്യാൻ പോകണം. അപ്പൊ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് തരാം, പെട്ടെന്ന് പ്രിപ്പയർ ആവാൻ പറഞ്ഞു. നമുക്ക് പിന്നെ പ്രിപ്പയർ ആവാനൊന്നും അധികം ഇല്ലല്ലോ. ചാടി ഓടി പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി, ഡ്രസ്സ് ഒന്ന് മാറി 10 മിനിറ്റിനുള്ളിൽ അവർ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്തപ്പോൾ അവർ കുറെ റാൻഡമായിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എന്താണ് പഠിക്കുന്നത്, എന്താണ് ഭാവി പരിപാടികൾ, എന്താണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്ക് പണ്ടേ സംസാരിക്കാൻ വളരെ താല്പര്യം കുറവായതുകൊണ്ട് എല്ലാത്തിനും ചടപടേന്ന് ആൻസർ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ ടെൻഷനിലായിരുന്നു. നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളെന്നൊക്കെ. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പെക്ടേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും റിയൽ ആവാറില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ മനസ്സിന് ആഗ്രഹമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അത് വലിയ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അപ്പൊ ഞാൻ ഓൾറെഡി ആ നമ്പർ ഉടൻ പണം എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉടൻ പണക്കാർ തന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു യു ഹാവ് ബീൻ സെലക്റ്റഡ് ആയി. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ അവരുടെ ലൊക്കേഷൻ അവരുടെ ക്രൂവിൽ നിന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ടായിരുന്നു ഉടൻ പണം അവർ സെറ്റ് ചെയ്തിരുന്നത്. സമയത്തിന്റെ ആ ഒരു നമ്മൾ വളരെ ലക്കിയാന്നുള്ളത് ആ ഒരു സമയത്ത് മനസ്സിലായി ഗൈസ്. അവർ വിളിച്ചത് കറക്റ്റ് എൻ്റെ അപ്പന് കൊറോണ വന്നിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാനും അപ്പന് മാത്രമല്ല, അപ്പനും അനിയത്തേക്കും കൊറോണയായിട്ട് വീട്ടിൽ അവർ ക്വാറന്റൈൻ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ക്വാറന്റൈൻ ആയിരിക്കുന്ന ടൈമിലാണ് അവർ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം റിയലി സോറി, ഞാൻ ഇങ്ങനെ ഒരു ട്രാപ്ഡ് ആയിട്ടിരിക്കണം, നമുക്ക് അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് അവരെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഐ എം റിയലി സോറി എന്ന് പറഞ്ഞു. സോറി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിന് വളരെയധികം സങ്കടമായിരുന്നു. കാരണം നിങ്ങളടുത്ത് ഉടൻപണം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഏതെങ്കിലും മീഡിയയിൽ ഒരു പ്രോഗ്രാമിൽ വരിക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ കാത്ത് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതും ഉടൻ പണത്തിൽ അവസരം കിട്ടിയപ്പോൾ ഞാൻ വളരെ ത്രില്ലായിരുന്നു. പക്ഷെ ഡിസപ്പോയിന്റഡ് ആയി, വളരെ സങ്കടത്തിലായി. അത് കുറെ നാൾ കഴിഞ്ഞ് ഞാൻ പിന്നെയും അവർക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു. അപ്പൊ അവർ കോൺടാക്ട് ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഭാഗ്യം കൊണ്ട് പോയതായിരിക്കും, വളരെ ലക്കി ചെയ്തുകൊണ്ട് പോയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആ ഒരു ഇതിന്ന് കൊണ്ട് എന്നൊക്കെ പറയാവുന്നത് പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ ഷൂട്ടിന് ഒരു മാസം മുമ്പ് അവർ വിളിച്ചു. പിന്നെയും ഒന്നുകൂടി അവർ ഓഡിഷൻ നടത്തി, രണ്ടാമതും ഓഡിഷൻ നടത്തിയിട്ട് അവർ ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കഥകളും ഒക്കെ എല്ലാം സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഉടൻ പണത്തിന്റെ നമ്മുടെ സെലക്ഷൻ കിട്ടാനുള്ള കാരണം. അതിന്റെ പ്രൊസീജിയർ എല്ലാവരും കേട്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അത് ഫാൻ ഗേളിൽ നിന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു. ചേച്ചി ഉടൻ പണത്തിൽ വന്നപ്പോൾ കളിച്ച ഡാൻസ് പൊളിച്ചു. താങ്ക് യു സോ മച്ച്. ആളുടെ പേര് ഫാൻ ഗേൾ എന്നായിട്ടിരിക്കുന്നത്, പേരില്ല. അപ്പോൾ ആളെടുത്ത് പറയാനുള്ളത്, എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ഡാൻസ് ആയിരുന്നു, പരമസുന്ദരി നല്ല ഡാൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ ആ സാരി ഉടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് 1 കോൾ.
അപ്പോ നമ്മുടെ ഉടൻ പണത്തിലെ പരമസുന്ദരി ഡാൻസ് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ആ ഡാൻസ്, അതായത് ആ സാരി, ബ്ലൂ സാരി, അതായത് അതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അത് മാത്രമല്ല അതിന്റെ അകത്ത് ആ വർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പൊ അത് അത്രയും ഹീൽസിന്റെ മുകളിലാണ് ഞാൻ നിന്നത്. അതിന്റെ കൂട്ടത്തിൽ ആ ഡാൻസും കൂടി കളിച്ച് കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഊരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല, എപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാവരും പറഞ്ഞു അതെന്താണ് അങ്ങനെ കംഫർട്ടബിൾ ആവാത്ത ഡ്രസ്സ് ഇട്ടേ, അത് പ്ലാൻഡ് അല്ലായിരുന്നു ആ സാരി കൊടുക്കാൻ. അത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കളറിന് കുറെ ഡിഫറൻസ് വരുന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയ 3 ഡ്രസ്സിന്റെ അകത്ത് പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ടതാണ് ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത്. പക്ഷെ ഡാൻസ് നല്ലതാണെന്ന് പറഞ്ഞവർക്കൊക്കെ താങ്ക്സ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ്സ് മീ പ്രിറ്റി ഗേളിന്റെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ അന്നമ്മയ്ക്ക്? എന്റെ നെയിം ഒന്ന് പറയുമോ? ഗൗരി. ഗൗരിയുടെ നെയിം പറഞ്ഞിരിക്കുകയാണ്. ഗൗരിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നോ? ആദ്യമേ ചെന്നപ്പം ഫസ്റ്റ് നമ്മൾ ചെന്ന് കഴിയുമ്പം നമ്മുടെ ആൾക്കാരെ കണ്ടപ്പോൾ ആരെയാ, മീനാക്ഷിനെയും ഡെയിനെയും കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വലിയ ആങ്കേഴ്സ് ഒക്കെ ആണല്ലോ, നമ്മളെന്ന് പറഞ്ഞാൽ ആരാ. അപ്പൊ അങ്ങനെ ഒരു രീതി ചെന്ന് കഴിഞ്ഞപ്പം പക്ഷേ ഉണ്ടല്ലോ, ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കൂളായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. ആ ചേച്ചിയാണല്ലേ വന്നിരിക്കുന്നത്, അങ്ങനെ പിറവത്തുനിന്നാണല്ലേ എന്നൊക്കെ പറഞ്ഞു വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ പിന്നെ എനിക്ക് സ്റ്റേജ് ഫിയർ അധികം ഇല്ല. ആൾക്കാർ കൂടുതലുള്ളപ്പം എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അതാണ് എൻ്റെ ഒരു എനിക്ക് എന്നെ പറ്റി ഒരു കാര്യം പോസിറ്റീവായിട്ട് പറയാനുള്ള ആകെയാണ്. സ്റ്റേജിൽ കയറി കഴിയുമ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഒരു ഇതിൽ ഇൻവോൾവ്ഡ് ആവത്തുള്ളൂ. ഞാൻ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല മാത്രം. പക്ഷെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല, ആൾക്കാർ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മുടെ ആ ഒരു ഉടൻപണം ഷോയുടെ ആ ഒരു സൈറ്റിൽ നമ്മുടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ നമ്മുടെ ക്രൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കാണാനൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാതെ, ടെൻഷൻ ഇല്ലാതെ, നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അധികം ടെൻഷനൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അധികം ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു കുഴപ്പം. ജസ്റ്റ് കറണ്ട് ഒന്ന് പോയതാണ്. ഓക്കെ നെക്സ്റ്റ്. ഉടൻ പണത്തിൽ പോയപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഡിനൂസ് വേൾഡ് എക്സ്പീരിയൻസ് എന്ന് തന്നെയാണ്. ഞാൻ കുറെ നാളായിട്ട് ടി വിയിൽ ഇങ്ങനെ കുറെ പേരെ കാണുന്നു. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റി കുറച്ച് പേര്, കാരണം നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതൊന്നും റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഉടൻ പണത്തിൽ ഒന്ന് വരിക, നമ്മുടെ ടി വിയിൽ ഒരു മിനിസ്ക്രീനിൽ അത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വരിക എന്ന് പറഞ്ഞത്, അതും പിറവത്തുനിന്ന് ആൾക്കാർ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ പിറവൻകാർക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ, പിറവത്തിനെ പ്രതിനിധീകരിച്ച് നമ്മൾ പോവുക. അപ്പൊ അതൊക്കെ ഒരു നമ്മൾ ആരും സ്വപ്നം കാണാത്ത ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ ത്രില്ലിലായിരുന്നു ഞാൻ. എനിക്ക് ചെയ്ത് കഴിയുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഭാഗ്യം വളരെ കൂടുതലുള്ളതുകൊണ്ട് എങ്ങനെയും അത് ക്യാൻസൽ ആയി പോവുക. അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോപ്രായിട്ടാണ് പോയത്. അപ്പൊ നമുക്ക് അറിയത്തില്ലല്ലോ അവിടുത്തെ ഇതെങ്ങനെയാണെന്നൊക്കെ. അപ്പം എന്റെ കൂടെ ബോണി മാത്യു, നമ്മുടെ കൊറിയോഗ്രാഫർ, വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിവിടെ ഓൾറെഡി D4 ഡാൻസിന്റെ ഒക്കെ ക്രൂസ് ഒക്കെ നമ്മൾ എടുക്കുന്നതാണ് വ്ളോഗ്, അപ്പൊ നീ ധൈര്യമായിട്ട് എടുത്തോളാം പറയാൻ പറഞ്ഞു. എന്നാലും അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോപ്രോ എടുത്ത് വ്ളോഗ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതും അവിടുന്ന് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഐ വാസ് എബൌട്ട് ടു, ഞങ്ങൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ നോക്കുമ്പോൾ അവർ അപ്പം തന്നെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഇന്ന ആൾ വന്നിട്ട് ഇത് എടുക്കണം. അപ്പോൾ ആലോചിച്ചു, ആങ്കേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, ആങ്കേഴ്സ് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ പകുതി ഇത് പോയി. കാരണം കുറേ നാളായിട്ടുള്ള നമ്മുടെ ഡ്രീം അല്ലേ. അപ്പം തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് തുടുതുര വെള്ളം വരാൻ തുടങ്ങി. അപ്പം എൻ്റെ അടുത്ത് മോണിച്ചേട്ടൻ പറഞ്ഞു, നീ കൂളായിട്ടിരിക്കുക, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, നീ ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിരുന്നാൽ പോലും നമ്മളുടെ ആ ഒരു ഭാഗ്യം എന്തെങ്കിലും രീതിയിൽ ക്യാൻസൽ ആയി പോകും. എനിക്കത് പ്രത്യേക ഒരു ഭാഗ്യം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇത് തോന്നരുത്. എപ്പോഴും എന്തെങ്കിലും ഒരു നല്ല കാര്യം വരാൻ നേരത്ത് ഒരു തടസ്സം വരാന്നുള്ളത് നമ്മുടെ ഒരു മെയിൻ ഇതാണ്. അപ്പോൾ ഞാൻ ശുഭപ്രതീക്ഷയൊക്കെ മാറി. അപ്പോൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു, അവിടുന്ന് പ്രത്യേക ആൾക്കാരൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടൻ ഞങ്ങൾ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ് തെളിവ് സഹിതം കാണിച്ചു കഴിഞ്ഞപ്പോഴാണ്, അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ അലോ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ചെന്ന് കഴിഞ്ഞ് ഡ്രസ്സ് മാറിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്തു. അപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് പറയാൻ, ആദ്യമേ ഞാൻ നന്നായിട്ട് കരഞ്ഞു കഴിഞ്ഞിട്ടാണ് ഉടൻ പണത്തിൻ്റെ ഷൂട്ടിങ് നടന്നത്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് പോയി ഞാൻ. എന്തിനും ഏതിനും ഒരു കണ്ണുനീരും ചോര കാണുന്നതും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആൾക്കാർ പറയുന്നത് പോലെ തന്നെ കണ്ണീരുള്ളതുകൊണ്ടാണോ അധികം കുഴപ്പമൊന്നുമില്ലാതെ പ്രോഗ്രാം നടന്നു. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ കരഞ്ഞു. അടുത്തത് അലൻ തെരേസ AB, നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാ അന്ന് ഉടൻ പണത്തിൽ എത്തിയേ? എന്ത് ചെയ്യാൻ ആണ് കൂടുതൽ ഇഷ്ടം? എന്ത് ചെയ്യാനാന്നുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒന്നില്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താം, അല്ലെങ്കിൽ ഇതുപോലെ വ്ളോഗിങ്ങും കാര്യങ്ങളും, നല്ലൊരു ഇൻഫ്ലുവൻസർ, നമ്മൾ കാരണം പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരിക, നമ്മൾ കാരണം എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർക്ക് ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ആ യൂട്യൂബ് വ്ളോഗ്സ് ചെയ്യുക. നമ്മൾ മാക്സിമം നല്ല നല്ല സ്ഥലങ്ങൾ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുക, നന്നായിട്ട് സംസാരിക്കുക, എല്ലാവരുമായിട്ട് എപ്പോഴും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, കൂടുതൽ ചെയ്യാൻ. പിന്നെ സിനിമകൾ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ ലവ് സ്റ്റോറി എങ്ങനെ എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവർ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യാന്നുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ കല്യാണം ഫിക്സ് ചെയ്തു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഓൾറെഡി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർ അത് എടുത്ത് അതിനെപ്പറ്റി ചോദിക്കാനും എബിച്ചിനുമായിട്ട് കണക്ട് ചെയ്യാനും. പക്ഷേ എബിച്ചിനെ കണക്ട് ചെയ്തത് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ നമ്പർ ഓൾറെഡി എൻ്റെ കസിൻ വഴിയാണ് അവർക്ക് നമ്പർ കിട്ടിയത്. അപ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ അന്നേരം. ഓക്കെ, നെക്സ്റ്റ് സുമ ലവ് യു അന്നമ്മ ചേച്ചി, ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് പൊളി. സുമ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മുസി ഉടൻപണം ടീം എങ്ങനെയാ, ഫ്രണ്ട്ലി ആണോ ചേച്ചിക്കുട്ടി? മീനാക്ഷി ചേച്ചി ആൻഡ് ഡെയിൻ ചേട്ടൻ ഫ്ലോറിൽ മാത്രമാണ് ഫ്രണ്ട്ലി, അതോ ബ്രേക്ക് ആവുമ്പോഴും ഫ്രണ്ട്ലി ആണോ? ചേച്ചിക്കുട്ടി ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എൻ്റെ പേര് പറയണേ. എൻ്റെ പേര് മുൻസിഹ എന്നാണ്. ചേച്ചി റിപ്ലൈ വീഡിയോയിൽ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം മുൻസിഹയോട് എനിക്ക് പറയാനുള്ളത്, മുൻസിഹ അല്ല മുക്സീന എന്നാണ് പേര്. അപ്പൊ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണ്. നമ്മൾ ബ്രേക്ക് ടൈം അധികം കിട്ടാറില്ല. നമ്മൾ പെട്ടെന്ന് ടേക്കുകൾ എടുത്ത് പോവായിരുന്നു. നമുക്ക് അധികം ഡിലേ കാര്യങ്ങളൊന്നും വന്നില്ല. ആകെ ഡിലേ ഒക്കെ വന്നത് ഇടയ്ക്ക് മീശയുടെ ഇവിടെ മീശയെ കൊട്ടിച്ച് അവര് മേക്കപ്പിലാണല്ലോ നിൽക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് രസം മീശ ഇങ്ങനെ ജസ്റ്റ് താന്നു പോകും. അപ്പൊ കട്ട് പറയും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ശരിയാക്കി വെക്കും. അല്ലെങ്കിൽ നമ്മുടെ മൈക്ക് ജസ്റ്റ് താന്നു പോകും. അങ്ങനെയുള്ള ആ ഒരു കട്ടിങ് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവര് നമ്മുടെ കസ്തൂരിമാന്റെ ഷോട്ടൊക്കെ ആണെങ്കിലും എല്ലാം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. നമുക്ക് പിന്നെ വർത്താനം പറയാൻ താല്പര്യമുള്ളതുകൊണ്ട് നമ്മളും ശരിക്കും പറഞ്ഞാൽ കുറേ മണിക്കൂർ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് അവർ കംപ്രസ് ചെയ്ത് മിക്കതും ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ വ്ളോഗൊക്കെ നിങ്ങൾ കുറേ കൂടെ ഉണ്ടായിരുന്നു. ലാഗ് അടിക്കാത്ത രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും ആക്കിയതാണ്. അത് വ്ളോഗ് ഞങ്ങൾ തന്നെ വന്നിടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ നല്ല ഫ്രണ്ട്ലിയാണ്. ഇടയ്ക്ക് വെച്ച് വർത്താനമൊക്കെ പറഞ്ഞു. ഇങ്ങനെ യൂട്യൂബിന്റെ ഇൻകം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മീനാക്ഷിന്റെ ഇനമൊക്കെ ചോദിച്ചു വർത്താനം പറഞ്ഞു. പിന്നെ അവർക്ക് അവരുടെ സ്ക്രിപ്റ്റും പഠിക്കാനുണ്ടല്ലോ. അതിനിടയ്ക്ക് അവരത് പഠിക്കായിരുന്നു. ഞാൻ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ കുറേ നാൾ കൂടിയുള്ള സ്വപ്നം ചെയ്തേ ഞാൻ ത്രില്ലിൽ ഞാനും ഇരിക്കുമായിരുന്നു. ഡാൻസ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തതല്ലായിരുന്നു. ഉടൻപണത്തിൽ ആ പരമസുന്ദരി ജസ്റ്റ് അവർ പാട്ടിട്ടു. അന്നേരം റാൻഡമായിട്ട് എപ്പോഴും കളിച്ചോണം, നല്ല മുഖത്ത് നല്ല ചിരിച്ചോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അത്രേ ഉള്ളൂ. പ്രാക്ടീസ് ഒന്നും ചെയ്തതല്ല അത് കേട്ടോ. ഓക്കെ, പിന്നെ രാജേശ്വരി എസ് ഉടൻപണത്തിൽ ചെന്നപ്പോൾ ഉള്ള അനുഭവം എന്തായിരുന്നു? ആദ്യം ഞാൻ കരഞ്ഞ കാര്യം അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നെക്സ്റ്റ് മുഹമ്മദ് റൈസ് കേക്ക് ചോദിച്ചിരിക്കുകയാണ്, ഉടൻപണം ലവ് സ്റ്റോറി പറഞ്ഞപ്പോൾ എന്ത് തോന്നി ചേച്ചി? എന്ത് തോന്നി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു സങ്കടം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് സർപ്രൈസ് ആയിട്ട് ഒരു ദിവസം ഇടണം. അത് ആദ്യത്തെ വീഡിയോയിൽ പോലും ഞാൻ അത് ഇടാതിരുന്നത്. സർപ്രൈസ് ആയിട്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവിടെ ഉടൻപണത്തിന്റെ ഫ്ലോറിൽ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റീച്ച് കിട്ടിയതും ഇത്രയും കാര്യങ്ങൾ കിട്ടിയതും. ഞാനത് വ്ളോഗ് ഇട്ടിരുന്നെങ്കിൽ നമ്മൾ സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ റീച്ചൊന്നും കിട്ടില്ലായിരിക്കും. പക്ഷെ അങ്ങനത് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എവിടെ ചെന്നാലും അന്നമ്മ എന്ന് വിളിക്കുന്നു, പൊന്നമ്മ എന്ന് വിളിക്കുന്നു. അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഉടൻ ലവ് സ്റ്റോറി അവിടെ പറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ലവ് സ്റ്റോറി എന്ന് ചോദിച്ചിട്ടുണ്ട് അപർണ എസ്. ലവ് സ്റ്റോറി ഞാനും എബിച്ചിനോട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് വ്ളോഗ് ചെയ്യാം കേട്ടോ. കല്യാണത്തിന്റെ ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വ്ളോഗ് ചെയ്യാം. വൈഷ്ണവി കെഎസ്, ഡെയിൻ ആൻഡ് മീനാക്ഷി ഫ്രണ്ട്ലി ആണോ? പിന്നെ എന്റെ നെയിം പറയുമോ അന്നമ്മേ? എന്റെ പേര് വൈഷ്ണവി ഹായ്. ഡെയിൻ മീനാക്ഷി ഫ്രണ്ട്ലി ആണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ വൈഷ്ണവിക്ക് ഒരു ഹായ്. മേഘ ഷാജി, ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പോയി. ഓക്കെ. ഫാത്തിമ ചിരിക്കുന്ന ഇതയച്ചിട്ടുണ്ട്, ഫാത്തിമയ്ക്ക് ഒരു ഹായ്. ഏഞ്ചൽ അലൻ, എന്റെ പേര് പറഞ്ഞ് ഹായ് പറയൂ. ഏഞ്ചൽ ഹായ്. ഫാൻ ഗേൾ പിന്നെ ചോദിച്ചിട്ടുണ്ട് ഉടൻപണം എവിടെയാണ്? ഉടൻപണം എറണാകുളത്താണ്. എന്നെ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കസിൻ ബ്രോയാണ്. പുള്ളി ഓൾറെഡി ഉടൻപണത്തിലല്ല നമ്മുടെ ഡി4 ഡാൻസിലൊക്കെ കൊറിയോഗ്രാഫറാണ് ബോണി ചേട്ടായി. അപ്പൊ ചേട്ടായിക്ക് അറിയാവുന്നതുകൊണ്ട് ചേട്ടായി ഡയറക്റ്റ് എന്നെ കൊണ്ടുപോയി. അവര് GPS അവര് സ്ഥലം ഷെയർ ഷാനിദ് KM. ഞാൻ ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉടൻപണം കാണാനുള്ള ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. നമ്മുടെ മനോരമയുടെ ഉടൻപണത്തിന്റെ തന്നെ ലിങ്ക് ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ ഇറ്റ്സ് മീ അന്നമ്മയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പർ പ്ലീസ്. നമ്പർ എന്ന് പറയുന്നത് 9895256001. ചാച്ചയുടെ നമ്പറാണ്, വേറൊന്നും തോന്നരുത്. അതാണ് ഇപ്പൊ തരാൻ നിവൃത്തിയുള്ളൂ. പിന്നെ ഡെന്നി ജോയ്, സബ്സ്ക്രൈബേഴ്സ് കൂടിയോ?
സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം കൂടി. സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു മിനിമം അതിപ്പോൾ നമ്മുടെ യൂട്യൂബ് ടാക്ടിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം. ചിലവർ പറയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് കാണിക്കുന്നതാണ് നല്ലത്, ചിലവർ പറയും സബ്സ്ക്രൈബേഴ്സ് കാണിക്കാത്തതാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ മെയിൻ യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്ന അനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കാണിക്കാത്തതാണ് നല്ലത്. കാരണം നമ്മൾ യൂട്യൂബിന്റെ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വ്യൂസ് കുറവുള്ള വീഡിയോസ് ആണെങ്കിൽ അപ്പോൾ വിചാരിക്കും ഒരു വ്യൂസ് ഒന്നും ഇല്ലാത്ത ചാനലാണ്, അപ്പോൾ ഇവരെ നമുക്കൊന്നും കാണാനില്ല അങ്ങനെ വിചാരിച്ച്. അത് മാത്രമല്ല സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറവാണെങ്കിൽ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറവ്, അപ്പോൾ ഇവരുടെ വീഡിയോ വലിയ ഭംഗി ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ച് ഉള്ളവരങ്ങ് വലിഞ്ഞു പോകും. അങ്ങനെ ചാൻസസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് ഓൺ ആക്കാത്തത്. അപ്പം അത്യാവശ്യം കേൾക്കാൻ ഒരു രസം തോന്നുന്ന രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ റിവീൽ ചെയ്യുന്നതാണ്. പക്ഷെ ഉടൻമണം വന്നതുകൊണ്ട് എന്തായാലും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അടുത്തത് ഐശ്വര്യ ഐഷൂസ് ചോദിച്ചിട്ടുണ്ട്. ചോദ്യമല്ല പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ Q&Aയിൽ അന്ന് ആദ്യമേ ചോദിക്കാൻ പറഞ്ഞപ്പം ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ Q&Aയിൽ വരുന്നുണ്ട് വീഡിയോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈവ് വരാന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല, അതൊക്കെ വലിയൊരു ഇത്. പിന്നെ ഐഷൂസ് ചോദിച്ചിട്ടുണ്ട്. ചോദ്യമല്ല പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ Q&Aയിൽ അന്ന് ആദ്യമേ ചോദിക്കാൻ പറഞ്ഞപ്പം ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ Q&Aയിൽ വരുന്നുണ്ട് വീഡിയോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈവ് വരാന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല, അതൊക്കെ ചോദിച്ചിരിക്കുന്നതാണ്. ചേച്ചി ഞാൻ കണ്ടു ഉടൻപണത്തിൽ സൂപ്പർ ഡാൻസ്, ഞാൻ 10ലാണ് പഠിക്കുന്നത്, എപ്പിക് മലയാളി. അപ്പൊ എപ്പിക് മലയാളിക്ക് ഒരു പ്രത്യേക താങ്ക്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും. കീപ് സപ്പോർട്ടിങ് അസ്. ഓക്കെ. അടുത്തത് നമ്മുടെ ഷാനിദ് KM പറഞ്ഞിട്ടുണ്ട്, കണ്ടു സൂപ്പർ. താങ്ക് യു. ഷാനിദും അതെ, എപ്പോഴും എല്ലാത്തിനും മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച്. ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പാടാത്തതുകൊണ്ടാണ് ഞാൻ ഷാനിദ് വ്യക്തി എന്ന് പറഞ്ഞത്, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ബീന സജി, അടിപൊളി ആട്ടോ ചേച്ചി, പൊളിച്ചു. താങ്ക് യു. അടുത്തത് അസാസ് ക്രിയേഷൻ ചോദിച്ചിട്ടുണ്ട്, ഉടൻപണത്തിലേക്ക് പോകാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാ ചേച്ചി? ഇവരുടെ പ്രൊസീജിയർ അനുസരിച്ച് ഇവർ പറയുന്നത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ടിക്ടോക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം ഫോളോവേഴ്സും നല്ല രീതിയിൽ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ കയറി പോകുന്ന മിക്കവരെയും അവർ വിളിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതല്ലാതെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒക്കവും കളിക്കുക. ഒക്കവും കളിച്ചതിനനുസരിച്ച് അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലെറ്റേഴ്സ് അയക്കുന്നവരെയും അവർ സെലക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അവിടുത്തെ ഉടൻപണത്തിലെ പ്രൊസീജിയർ. എനിക്ക് കിട്ടിയത് യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലെയും റീൽസ് കയറി അത് കണ്ടിട്ട് അവര് വിളിച്ചതാണ്. അതായത് അവർക്ക് കണ്ടപ്പോൾ അവർക്ക് തോന്നി അത്യാവശ്യം വർത്താനൊക്കെ പറയുന്ന ഒരാളാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം, ഡാൻസിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം അവർ വിളിച്ചത്. പിന്നെ ജയപ്രിയ ചോദിച്ചു, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് നീലാട്ട് അനീസ്, Q&Aയിൽ രണ്ടുപേരും ഹായ് പറയുമോ? ഫാത്തിമ അൻഷിത ഹായ്. അനീത്തിനെ Q&Aയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അനീത്തിക്ക് കുറച്ച് ഷൈ ആണ് ആള്. വീഡിയോയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് കുറച്ച്, അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണുള്ളത്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കില്ല. ആ ഒരു പ്രോഗ്രാം എന്താണോ അതങ്ങ് തീർത്ത് വിജയുള്ളൂ. നമുക്കങ്ങനെ നാണം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഇച്ചിരി കുറവാണ്. പക്ഷെ അനീതിക്ക് ഇച്ചിരി നാണമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അവളെ ഇൻക്ലൂഡ് ചെയ്യാത്തത്, വേറെ തോന്നരുത്. അപ്പോൾ ഫാത്തിമ അൻഷിതയ്ക്ക് ഒരു പ്രത്യേക ചോദിച്ചിരിക്കുന്നത്. സിച്ചുവിനെ പറ്റി ഞാൻ പ്രത്യേകം പറയാനിരിക്കുമായിരുന്നു. നമ്മുടെ ഉടൻപണം പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഉടൻപണത്തിലെ മഴവിൽ മനോരമയിലെ മെയിൻ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. അതുമുതൽ നമ്മുടെ എല്ലാ വീഡിയോസിനാണെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ള കമന്റ്സും ഒക്കെ തരാറുണ്ട്. അപ്പോൾ സിച്ചുവിന് ഒരു പ്രത്യേക താങ്ക്സ്. സൂപ്പർ ചേച്ചൂസെ. ലൈവ് Q&A വരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. Q&A ലൈവ് വരാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇവിടുത്തെ വൈഫൈയുടെ ആ ഒരു റേഞ്ച്, നല്ല റേഞ്ചും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊക്കെ വരികയാണെങ്കിൽ മിക്കപ്പോഴും സ്റ്റക്കായി പോകാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ Q&A ലൈവ് വരാതിരുന്നത്. പക്ഷെ പേടിക്കണ്ട, ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിനൊക്കെയുള്ള ആൻസറുമായിട്ട് ഞാൻ ലൈവ് ഉടനെ തന്നെ വരും. നിങ്ങൾ ആരും പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ഉടനെ തന്നെ വരും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ എടുക്കുന്നതാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത, ഞാൻ പുറത്ത് നല്ലൊരു സീനറിയിലൊക്കെ പോയി, നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് പോയി എടുക്കണമെന്നായിരുന്നു എന്റെ താല്പര്യം. പക്ഷെ മഴ, നിങ്ങൾക്കറിയാലോ, മഴ ഇനി നമ്മൾ ഡിലേ ആക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ ആൾക്കാർ പറയും നമ്മൾ പറ്റിക്കുവാണെന്നൊക്കെ വിചാരിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അസാബ് ബാഗ് എടുക്കുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ കൊറോണയുടെ സീനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തത്. ഈ ഇരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് ലഭിച്ചു തന്ന ഗിഫ്റ്റ്. പിന്നെ ഇതാണ് ഉടൻപണത്തിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെറ്റ് ഉണ്ടായിരുന്നു, ഡ്രൂപ്പി എന്നായിരുന്നു പേര്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് അയച്ച അതൊരു വീഡിയോ ഉണ്ട്, നമ്മുടെ ക്രിസ്മസിന് വ്ലോഗ് 1.5 സമ്മാനം എന്ന് പറഞ്ഞൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഗിംബലിൻ്റെ കൂടെ അയച്ചു തന്ന പാവക്കുട്ടന്മാരാണ്. ഡ്രൂപ്പി ഉണ്ട്,
കണ്ട ഇവരൊക്കെ എബിച്ചിന് എനിക്ക് തന്ന ഗിഫ്റ്റാണ്. അപ്പൊ ഇവരുടെയൊക്കെ നടുക്കിരുന്നുകൊണ്ട് എബിച്ചിനെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇത് എബിച്ചിനാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ എബിച്ചിൻ്റെയും ലവ് സ്റ്റോറി കണ്ട് കുറേ പേര് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കോംപ്ലിമെന്റ്സ് തന്നു. കുറേ പേര് പറഞ്ഞു ഡാൻസ് അടിപൊളിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണെങ്കിലും കുറേ പേര് നമ്മളുടെ അടുത്ത് റാൻഡമായിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഇൻസൈറ്റ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അവരുടെ ഇൻസൈറ്റ്സിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ അത് ശരിയാവുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ലൈവ് ഒക്കെ വരാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആൾക്കാരോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ചോദ്യം ചോദിച്ച എല്ലാവർക്കും താങ്ക്സ്. ലൈവ് എപ്പോഴാണ് വരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എസ് വ്ളോഗേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഉടമ്പണത്തിൽ വരുന്നത് വരെ നമ്മൾ എന്തോരം കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടും വീഡിയോസ് ഒന്നും കയറി പോകുന്നില്ലായിരുന്നു, ഒരു റീച്ചും കിട്ടുന്നില്ലായിരുന്നു. ഇപ്പൊ എഡിറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്ക് നമ്മുടെയൊക്കെ വീഡിയോ എടുത്ത് തരാൻ നമ്മുടെ ആഷിക്കുണ്ട്, അപ്പുണ്ട്. തലയിൽ നമുക്ക് ആദ്യമൊക്കെ കുറെ നാളത്ത് ഉണ്ണീഷോ കിച്ചന്റെ പേരിലായിരുന്നല്ലോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണയാണ് നമുക്ക് പുറത്തു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ചാച്ചയുടെയും എന്റെയും കൂടെ നമുക്ക് റെസിപ്പീസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് വീടിനകത്ത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഇത് കിട്ടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ. അത് മാത്രമല്ല ഉണ്ണീഷോ കിച്ചൻ എന്നുള്ള പേരിട്ട് കഴിഞ്ഞാൽ കിച്ചൺ റിലേറ്റഡ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഉണ്ണീഷോ കാറ്ററിംഗ്സിന്റെ ഫുഡ് എന്ന് പറയുന്നത് അതിന്റെ ട്രേഡ് മാർക്കും കാര്യങ്ങളും സീക്രട്സ് അധികം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സമയത്ത് കൊറോണയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പ്രോഗ്രാമിന് കുറച്ച് ഇത് വന്നതുകൊണ്ടാണ് അപ്പനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പേരിൽ ഞാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വ്ളോഗ് തുടങ്ങാനായിരുന്നു ഞാൻ പ്ലാൻ ഇട്ടിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അപ്പനെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് മീ അനമ എന്നുള്ളൊരു പേര് മാറ്റാൻ തന്നെ കാരണം അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വ്ളോഗ്സ് നല്ല നല്ല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റും. അത് മാത്രമല്ല കുറെ പേര് ബ്യൂട്ടി ടിപ്സ് ഇട്ടപ്പോൾ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് ചേച്ചി അത് കൂടുതൽ ചെയ്യാവോ, നല്ല നല്ല ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം, നമ്മൾ നാച്ചുറൽ ആയിട്ട് ഹോം റെമഡീസ് ഒക്കെ ചെയ്യാം. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യാം. ഇപ്പോൾ ഗോപ്രയും സ്റ്റാൻഡും എവിച്ചൻ അവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഐഫോണിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സ്പേസ് ഇല്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ പോയി കടയിൽ പോയി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഡെഡ് ആവുമെന്ന്. നമ്മൾ ഈ ശസ്ത്രക്രിയക്ക് നമ്മൾ ഒപ്പിട്ട് കൊടുക്കത്തില്ലേ, ആള് മരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഐഫോണിന്റെ സ്റ്റോറേജ് ഇഷ്യൂ, നമുക്ക് ലാപ്പ് വലിയൊരു നല്ല ലാപ്പ് ഇല്ല, അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്താലും അതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോസിനൊക്കെ ആണെങ്കിലും കുറെ ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൂ. ഇൻസ്റ്റാഗ്രാമും ഇതും എല്ലാം കൂടി ചെയ്ത് വരുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്പേസിൽ നിന്ന് കാണുമ്പോൾ ആ ഒരു വിഷമം മിക്ക യൂട്യൂബേഴ്സിന് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം മേടിക്കാൻ പറ്റും. അത്യാവശ്യം റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിയാൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും. ഉടൻപണം കണ്ട് കുറേ പേര് ചേച്ചി ഉടൻപണം കണ്ടു അടിപൊളിയാന്ന് പറഞ്ഞു. അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് എനിക്ക് കിട്ടിയതാണ്. കുറെ പേര് ചോദിച്ചു എന്താണ് വന്നത്, ഉടൻപണത്തിൽ മത്സരിച്ച് ഞങ്ങളുടെ അടുത്ത് പറയാതിരുന്നത്. എനിക്ക് ആ ഒരു ഭാഗ്യത്തിന്റെ ആ ഒരു ഘടകം ഇത് തീരുന്നത് വരെ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു നന്നായിട്ട് നടക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആരെയും ആദ്യം അറിയിക്കാതിരുന്നത്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നുള്ളത്. TV വന്നപ്പോഴാണ് എല്ലാവരും കണ്ടത്. കുറെ പേര് പരാതി പറഞ്ഞു അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ബാക്കി അധികം ഫുൾ വീഡിയോസ് വ്ളോഗ്സ് ഇട്ടിട്ടില്ല. പക്ഷെ അവര് ഉടൻപണക്കാർ മഴവിൽ മനോരമയിൽ നമ്മുടെ ഫുൾ ആ ഒരു വീഡിയോ ഇപ്പോഴും മഴവിൽ മനോരമയിൽ ഉടൻപണത്തിൽ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാത്തവര് ഇനിയും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ മാക്സിമം നല്ല നല്ല വീഡിയോസും കോണ്ടന്റും ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ ശ്രമിക്കും. അപ്പൊ ഇത്രയും നാളും തന്ന നമ്മുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. അപ്പം എബിച്ചിന് എവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. എബിച്ചിന് അവിടെ അബുദാബിയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം പ്രാങ്ക് വീഡിയോ ഇട്ടതിന് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അതൊരു ത്രില്ല് എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊരു അത് എന്നെ കരയിപ്പിച്ചത്. കാരണം നമ്മൾ എല്ലാ കണ്ടന്റും നമ്മൾ ചെയ്ത് നോക്കണമല്ലോ, ഏതാണ് നമുക്ക് ഇതാവുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോന്നും പരീക്ഷിച്ച് നോക്കുന്നതാണ്. അയബിച്ചനെ കരയിപ്പിക്കുന്നതിൽ കുറെ പേർക്ക് സങ്കടം ഉണ്ടായി. അവരോടൊക്കെ ഞാൻ സോറി പറയാണ്. ഇനി അധികം ഞാൻ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, എന്ത് വീഡിയോസ് ആണ് ഇഷ്ടം എന്ന് നിങ്ങൾ നമ്മുടെ അടുത്ത് ഒന്ന് കമന്റ് പറയാം. അപ്പൊ അതിനനുസരിച്ചുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ വരും. അപ്പൊ നമ്മളുടെ എല്ലാ പാവക്കുട്ടന്മാരുടെ അടുത്ത് നിന്നും ഒരു ബിഗ് ഹായ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ് മീ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കൂടെ ഉള്ളത് പിങ്കിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരുള്ള ഡാൻസിന്റെ റീൽസ് ഒക്കെ ഷോർട്സ് ആയിട്ട് ഞങ്ങൾ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ 2-3 ഡാൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും വീഡിയോസ് ഒക്കെ വരും.
അതിഷ്ടമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഷോർട്സ് ഉടനെ തന്നെ ഇടും. പിങ്കി എന്നല്ല, അവളുടെ പേര് അഡോണിയ എന്നാണ്. എൻ്റെ സ്വന്തം അനിയത്തിയാണ്. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരമ്മ പെറ്റ മക്കളാണെന്നൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട്. നല്ല ഷേപ്പും കാര്യമല്ല, എൻ്റെ അതേ സംഭവം തന്നെ, ആക്റ്റീവാണ് പുള്ളിക്കാരിയും. അപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് അവളുള്ളതാണ് എനിക്ക് ആകെ ഒരു ഇപ്പോഴത്തെ ആ ഒരു റിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ എന്നെ ഇത്രയും നാൾ, അതായത് കുറേ പേര് അകറ്റി നിർത്തി അവോയ്ഡ് ചെയ്തപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. അതിന് ഒത്തിരി 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 താങ്ക്സ്. നല്ല രീതിയിലുള്ള ഗിവ് അവേസും കാര്യങ്ങളൊക്കെ വരും. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സന്തോഷം. നല്ല നല്ല വെറൈറ്റി വ്ളോഗ്സ് ഒക്കെ നമ്മൾ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു, ബൈ.